യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെ. യേശു യഹൂദന്മാരോട് പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തമായി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പിതാവ് ചെയ്യുന്നവ പുത്രനും അങ്ങനെ തന്നെ ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കുവാനായിട്ട് ഇതിലും വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ എല്ലാവരും ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കുവാൻ പിതാവ് ആരെയും വിധിക്കാതെ വിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ശിക്ഷാവധിയിൽ ഉൾപ്പെടാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. സത്യമായി സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു, അതിപ്പോൾ തന്നെയും ആകുന്നു. പിതാവിൻ തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ പുത്രൻ തന്നിൽ തന്നെ ജീവനുണ്ടാകേണ്ടതിന് അവൻ വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനായതിനാൽ വിധികർത്താവാകുവാനും അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഇതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കബറുകളിലുള്ളവരെല്ലാം അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ ശിക്ഷാവിധിയുടെ ഉയർപ്പിനും പുറപ്പെടുന്ന സമയം വരുന്നു എന്ന് താനെല്ലാം ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ട്. അനുഗ്രഹകരമായ 3 നോയമ്പ് കഴിഞ്ഞ് വിജയകരമായ 50 നോയമ്പിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വാങ്ങിപ്പോയ പുരോഹിതന്മാരെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഓർത്തു. നാളെ നമ്മുടെ വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികളെയും ഓർക്കുവാൻ കബറിടത്തിൽ നിർമ്മിക്കുന്ന സമയം, അവരെ ഓർക്കുന്ന സമയം. അതിൻ്റെ ഒരുക്ക ധ്യാനം എന്ന നിലയിൽ ഇന്ന് വായിച്ച വേദഭാഗം നാളെ പ്രഭാതത്തിൽ വായിക്കേണ്ടത് ഇന്ന് തന്നെ നമ്മൾ ചെയ്യുകയായിരുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള ഭാഗങ്ങൾ. വാങ്ങിപ്പോയവരെ നമ്മൾ ഓർക്കുന്നതിൻ്റെ പ്രസക്തി എന്താണ്? സഭയാകുന്ന ശരീരത്തിൽ അവർ രക്ഷാപൂർത്തിക്കായി കാത്തിരിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അവർക്ക് കൊടുക്കാനുണ്ട്, അവരും ചിലത് നമ്മൾ വാങ്ങാനുണ്ട്. സഭയാകുന്ന ശരീരം കൊടുത്തും വാങ്ങിച്ചും ജന്മസാഫല്യം അടയുവാൻ, രക്ഷാപൂർത്തിയിലെത്തുവാൻ കർത്താവിൻ്റെ കല്യാണത്തിനായിട്ട് സഭ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 5-19 തൊട്ട് 29 വരെയുള്ള ഭാഗത്ത് കർത്താവ് സത്യം സത്യം എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമായിട്ടുണ്ടോ? എന്തൊക്കെയാണത്? പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായിട്ടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. പിതാവ് ചെയ്യുന്നവ പുത്രനും അങ്ങനെ തന്നെ ചെയ്യുന്നു. പിതാവ് തൻ്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ വിസ്മയിക്കുവാൻ ഇതിലും വലിയ കാര്യങ്ങളെ അവൻ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിച്ച് ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. അപ്പോൾ പിതാവ് കാണിച്ചു കൊടുത്ത മാതൃകയിൽ പുത്രൻ മരിച്ചവരെ ജീവിപ്പിക്കുന്ന പരിപാടി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ആദ്യം മരണം വരുന്നത് എവിടെയോ അവിടെ തന്നെയാണ് ആദ്യം ഉയർപ്പ് ഉണ്ടാകേണ്ടത്. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ആദ്യം മരണം കയറി വന്നിരിക്കുന്നത്? ഏതും തോട്ടത്തിൽ ആദാമിനും ഹവ്വയ്ക്കും നല്ല ഒന്നാന്തരം തോട്ടം കൊടുത്തു, കഴിക്കാൻ ഒത്തിരി ആഹാര സാധനങ്ങളും എല്ലാ സുഖസൗകര്യങ്ങളും കൊടുത്തിരുന്നെങ്കിൽ നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന ആൾ മരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ആ മരണം എവിടെയാണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത് മനസ്സിലായില്ല. എന്നാൽ പിശാച് വന്ന് കള്ളം പറഞ്ഞ് നിങ്ങൾ മരിക്കുകയൊന്നുമില്ല, കഴിച്ചോളാൻ പറഞ്ഞു. കഴിച്ചപ്പോൾ ശരീരം മരിച്ചില്ല, ദേഹിയാണ് മരിച്ചത്. അപ്പം പാപത്തിൽ മരിച്ച ദേഹി മരിച്ച അവസ്ഥയിൽ ആദാമും ഹവ്വയും പിന്നെയും 100 കണക്കിന് വർഷങ്ങൾ പിന്നെയും ജീവിക്കുകയാണ്. അതിൽ നിന്ന് പഠിക്കേണ്ട പാഠം, നമ്മുടെ ശരീരം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ദേഹിയുടെ മണ്ഡലം മരിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഈ കാര്യമാണ് വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് എഴുതുന്ന സന്ദേശങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഭയോട് പറഞ്ഞത്, നിങ്ങൾക്ക് ജീവനുണ്ടെങ്കിൽ മരിച്ച വശം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ മരിച്ച വശം സജീവമാക്കിയാലേ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് കർത്താവിൽ ആനന്ദിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ എല്ലാ വർഷത്തെയും വാങ്ങിപ്പോർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സമയത്ത് നമ്മുടെ മരിച്ച വശത്തിന് വേണ്ടിയാണ് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത്. എല്ലാവരുടെയും ജീവിതത്തിൽ മരിച്ച വശവും ജീവിക്കുന്ന വശവുമുണ്ട്. അങ്ങനെ പാപത്തിൽ മരിച്ച വശത്തെ ദൈവശബ്ദം കേട്ടാൽ ജീവിക്കാൻ കഴിയുമെന്നുള്ള പറയുന്നു. അങ്ങനെ കർത്താവിൻ്റെ പരസ്യശുശ്രൂഷാ വേളയിൽ പാപികളായിരുന്നവർ കർത്താവിൻ്റെ വചനം കേട്ട് ജീവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. മഗ്ദല മറിയം ജഡമോഹവും കൺമോഹവും ജീവിതത്തിൻ്റെ പ്രതാപവും കൊണ്ട് അനേകരെ പാപത്തിൽ വീഴ്ച ദേഹിയിൽ മരിച്ച്
ഒരു ജീവശവമായി കാമുകിയായി നടക്കുകയായിരുന്നു. കാമുകിയായവരെ ജീവിച്ചിരിക്കുകയും ചത്തതാണെന്നൊരു വചനമുണ്ട്. കാമുകന്മാർ ശരീരപ്രകാരം ജീവനുള്ളവരാണെങ്കിലും ദേഹിയിൽ മരിച്ചവരാണെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. എവിടെയാത്? അപ്പോൾ അത് പൗലോസിന്റെ ലേഖനത്തിലാണെന്ന് കണ്ടുപിടിച്ചു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കുന്നത് ആരാണ്? മോഹം ഗർഭം ധരിച്ച് പാപത്തെയും പാപം എടുത്തിട്ട് മരണത്തെയും പ്രസവിക്കുന്ന നമ്മുടെ ദേഹിയുടെ മണ്ഡലം. അവിടെ മോഹം, പാപം, മരണം. അപ്പോൾ ഇവ നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൽ മരണത്തിൽ നമ്മളെ ഇടയാക്കുന്ന തിന്മയാക്കി ജീവിക്കുവാൻ, അങ്ങനെ മരിക്കുന്ന പ്രാണൻ പാതാളത്തിൽ പോയിട്ട് പാതാളം പാർപ്പിടമായിട്ട് മൃത്യു അവരെ മേയിക്കുന്ന അവസ്ഥ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ മരണമാകുന്ന ഇടയനാൽ മേയിക്കപ്പെടുന്ന മരിച്ച പ്രാണക്കുട്ടികൾ, ജീവനാൽ മേയിക്കപ്പെടുന്ന ജീവന്റെ ഉറവിടമായ യേശുവിനാൽ നയിക്കപ്പെടുന്ന നമ്മുടെ ജീവനുള്ള ദേഹികൾ, ജീവനുള്ള പ്രാണൻ, അവ ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ ശരീരത്തിൽ കാണും. മരിച്ച പ്രാണൻ പാതാളത്തിൽ കാണും. പാതാളത്തിലെ പ്രാണനെ മരണമായിരിക്കും വഴി നടത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സ്വസ്ഥതയില്ലാത്തത്. അപ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ ആദ്യം പാപത്താൽ മരിച്ച വശമാണ് ഉയർക്കേണ്ടത്. നമ്മുടെ ശരീരം മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിലെ മരണം മുഴുവനും ജീവനാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ മരണത്തെ പേടിക്കണ്ട. നമുക്ക് ഉയർത്തെഴുന്നേറ്റ് ആത്മാവോട് ചേർന്ന് ഒരു ആത്മശരീരം നമുക്ക് ലഭിക്കും. ആ ആത്മശരീരം കൊണ്ട് അബ്രഹാമിൻ്റെ, ഇസാഖിൻ്റെയും യാക്കോബിൻ്റെയും മടിയിൽ വളർന്നിട്ട് പ്രാണപ്രിയനായ യേശുവിനെ മാറിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും പ്രാണനെ ജീവിക്കുവാനും ഒളിച്ചിരിക്കുവാനും വളരുവാനും പ്രാണപ്രിയനായ യേശുവിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക സ്ഥലമുണ്ടെന്നുള്ള കാര്യം കർത്താവ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ്, ഞാൻ പോയാൽ നിങ്ങളെ അവിടെ സൂക്ഷിച്ചു വയ്ക്കും. കർത്താവിൻ്റെ കല്യാണത്തിൻ്റെ അന്നാണ് കർത്താവിൻ്റെ മാറിൽ നിന്ന് മണവാട്ടി സഭ വെളിയിൽ വരുന്നെന്നുള്ള കാര്യം കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഈ വർഷത്തെ മരിച്ചവരെ ഓർക്കുന്ന സമയം പാപത്താലും മോഹത്താലും മരണത്താലും മൃത്യുവിൻ്റെ കയ്യിലായിരിക്കുന്ന, മൃത്യുവാകുന്ന ഇടയൻ്റെ കയ്യിൽ നിന്ന് ജീവനാകുന്ന യേശുവിൻ്റെ കയ്യിലേക്ക് നമ്മുടെ പ്രാണക്കുട്ടികളെ ആദ്യം മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ വാങ്ങിപ്പോയ അവരെ നമുക്ക് രക്ഷിക്കാൻ അവരെ സഹായിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വാങ്ങിപ്പോയവരെ ഓർക്കുന്ന സമയം നമ്മുടെ വാങ്ങിപ്പോയ ശരീരത്തിൽ നിന്ന് വേർപെട്ട് പാതാളത്തിൽ പോയ പ്രാണനെ വീണ്ടെടുത്ത് കർത്താവിൻ്റെ ഉള്ളിലാക്കുവാൻ 40-ാം സങ്കീർത്തന പ്രകാരം കൊഴിഞ്ഞ ചേറ്റിൽ നിന്ന് പ്രാണൻ കയറി സ്തുതി എന്ന പാട്ട് പാടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കണമെന്നുള്ള കാര്യം ഓർപ്പിക്കും. ജീവനുള്ളവർക്ക് മാത്രമേ സ്തുതിക്കാനൊക്കൂ എന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ആയുസ് നീട്ടിക്കിട്ടി, പാപപരിഹാരം ഉണ്ടായി, ജീവൻ ലഭിച്ചതായ ആയുസ് നീട്ടിക്കിട്ടിയ രാജാവ് പറയുക, ജീവനുള്ളവർ മാത്രം ദൈവത്തെ സ്തുതിക്കും. ഇന്ന് ഞാൻ ചെയ്യുന്ന പോലെ ജീവനുള്ളവർക്ക് മാത്രമേ സ്തുതിക്കാനൊക്കെ ഉള്ളൂ എന്ന് പറയും. അപ്പോൾ നമ്മുടെ പ്രാണൻ ഉയർത്തെഴുന്നേറ്റാൽ അത് സ്തുതിക്കാൻ തുടങ്ങും. അത് ശ്വാസോച്ഛ്വാസം പോലെയാണ്. ഒരു കുഞ്ഞു ഭൂമിയിലേക്ക് പിറന്നു വീണ് കഴിയുമ്പോൾ അത് കരയാനും ശ്വാസം വലിക്കാനും തുടങ്ങുന്നത് പോലെ ആത്മലോകത്തിലേക്ക് പിറന്നു വീണ് ജീവിക്കുന്ന ഒരു പ്രാണൻ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ജീവശ്വാസത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ സ്തുതിയിൽ കൂടെ, ആരാധനയിൽ കൂടെ ജീവന്റെ വ്രണമായ കർത്താവിൻ്റെ ജീവൻ നമ്മൾ വലിച്ചെടുക്കുകയാണ്. നമ്മുടെ ഉള്ളിലെ മരണത്തിൻ്റെ അവസ്ഥയെ നമ്മൾ ദൂരീകരിക്കുകയുമാണ്. ശ്വാസോച്ഛ്വാസം ജീവിക്കാനുള്ള ഒരു വലിയ ബന്ധപ്പാടാണ്. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന നമുക്ക് ആവശ്യമില്ലാത്ത കാർബൺ ഡയോക്സൈഡ് ഉച്ഛ്വസിച്ചതിന് ശേഷം വീണ്ടും ജീവശ്വാസം പ്രാണവായു വലിച്ചു കയറ്റുന്നതാണ് ജീവിതം. അപ്പോൾ എല്ലാ ദിവസവും മരണവും ജീവനുമായിട്ടുള്ള ആ അനുഭവത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ. മരണത്തിൻ്റെയും ജീവൻ്റെ ഇടയിൽ നമ്മൾ മരണത്തെ തള്ളി മാറ്റി ജീവൻ വലിച്ചെടുക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് നമ്മുടെ സഭാ ജീവിതത്തിലൂടെ നമ്മൾ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞകാല ജീവിതത്തിൽ മോഹത്താലും പാപത്താലും മരിച്ച വശങ്ങൾ ഇനിയും എന്നുമാത്രം ഉയർക്കാൻ കിടക്കുന്നു. യേശുവിൻ്റെ ശബ്ദം കേൾക്കാമെങ്കിൽ ഉയർക്കുമെന്നാണ് പറഞ്ഞത്. ചീഞ്ഞു നാറിയ ലാസറിന് യേശുവിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വെളിയിൽ വന്ന് കെട്ടുകളഴിഞ്ഞ് യേശുവിൻ്റെ പന്തിയിലിരിക്കാൻ സാധിച്ചു. ഇപ്പോൾ നാളത്തെ ഇവിടുത്തെ വിശുദ്ധ കുർബാന 8 മണിക്ക് ആരംഭിക്കും. നമ്മുടെ മരിച്ചുപോയവരുടെയും മരിച്ചുപോയ വശം ദൈവശബ്ദം കേട്ട് ഉയർത്തെഴുന്നേറ്റ് നാളത്തെ വിശുദ്ധ കുർബാനയിൽ അവർ കർത്താവിനോട് പന്തിയിൽ ആനന്ദിക്കുമോ? ഇന്നത്തെ ഒരുക്ക ധ്യാനത്തിൽ നമ്മുടെ മരിച്ച പ്രാണക്കുട്ടികളെ ഉയർപ്പിക്കാമെങ്കിൽ നാളെ നമ്മിൽ കൂടെ കർത്താവിൻ്റെ ശബ്ദം അവർ കേൾക്കുകയാണെങ്കിൽ അവർ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കൂടെ നാളത്തെ കുർബാനയിൽ സംബന്ധിക്കാൻ വരും. എന്താ നമുക്ക് ഒരുങ്ങാൻ തയ്യാറാകാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, യേശുവിൻ്റെ പുനരുത്ഥാനം ജീവനുമായ യേശുവിൻ്റെ ശബ്ദം കേൾക്കുവാൻ കൃപായുഗത്തിൽ സഭയിലൂടെ സുവിശേഷകളിലൂടെ
പുരോഹിതരിലൂടെ എല്ലാം നിങ്ങൾക്ക് ഒരുക്കുന്ന അവസരങ്ങൾ ഓർത്തിനെ സ്തുതിക്കുന്നു. ഞങ്ങളിന്ന് വായിച്ചു കേട്ട ആ തിരുവചനം ഞങ്ങളെ ജീവിപ്പിക്കാൻ കഴിവുള്ളതാണ്. ഞങ്ങൾ മരവിച്ചു പോയ വശങ്ങളെ സജീവമാക്കി ഞങ്ങളുടെ പ്രാണൻ മുഴുവനും ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ ശരീരത്തിലായി, അത് ദേഹിയിലായി. അങ്ങനെ ഞങ്ങൾ ദേഹിയിലും ആത്മാവിലും ഉയർത്തെഴുന്നേറ്റവരായി ഞങ്ങളുടെ കർത്താവിൻ്റെ വരവിൽ ശരീരവും കൂടെ ഉയർത്തെഴുന്നേൽക്കുവാൻ കാത്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ പ്രാണൻ മുഴുവനും ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ കൊഴിഞ്ഞ ഏറ്റിൽ നിന്ന് കയറി സ്തുതി എന്ന പാട്ട് പാടുന്ന പാറയായ ക്രിസ്തുവിൽ നിന്നുള്ളതായ ജീവിതം, ക്രിസ്തുവിലുള്ളതായ ഞങ്ങളുടെ ജീവിതം സമ്പൂർണ്ണമാക്കുവാൻ നീ ഒരുക്കുന്ന അവസരം ഓർത്ത് തന്നെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ പാപത്താൽ മരിച്ച വശങ്ങളെ വേർപ്പിക്കുവാൻ ഞങ്ങൾ അമ്പത് നോമ്പെടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഇനിയും ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെയും പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഇനി ഞങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ പോരാടി അങ്ങനെ ഞങ്ങളുടെ കുടുംബം മുഴുവൻ രക്ഷപ്പെടുവാൻ, ഞങ്ങൾ വിശ്വസിച്ചാൽ ഞങ്ങളുടെ കുടുംബത്തെ കൂടെ രക്ഷിക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്തം ഏറ്റുവാങ്ങുവാൻ, അങ്ങനെ ഞങ്ങൾ കുടുംബമായി രക്ഷപ്പെട്ട് അങ്ങനെ സ്വർഗത്തിലെ തിരുക്കുടുംബമായി ചേരുന്നവരായി, സ്വർഗത്തിലെ തിരുക്കുടുംബത്തിലെ ആ ഏകജാതനായ ആ പുത്രൻ്റെ മണവാട്ടിയായി, മരുമകളായി, രാജ്ഞിയായി ഒക്കെ ശോഭിച്ച് നിത്യതയിൽ നിത്യമായി ജീവിക്കുവാൻ, പുനരുത്ഥാന ജീവനുമായ യേശു ഞങ്ങൾ പൂർണ്ണമായി തീരുവാൻ, കൃപായുഗത്തെ പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയേറ്റുവാനായിട്ട് തന്നെ.